നൂറ ഒറ്റയ്ക്കിരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നൂറ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആദിലയുടെയും നൂറയുടെയും സഹോദരങ്ങളോടായിരുന്നു. എനിക്കറിയാം നിങ്ങൾ തീർച്ചയായും ബിഗ് ബോസ് കാണുന്നുണ്ടാകും എന്നുള്ളത്. ഞാൻ ടോപ്പ് 5-ലെത്തി. ടിക്കറ്റ് ഫിനാലെ എനിക്ക് കിട്ടി. നിങ്ങൾക്കതിൽ നല്ല സന്തോഷമുണ്ടാകുമെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. തീർച്ചയായും ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ വരുമെന്നായിരുന്നു നൂറ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദില വന്നു. നീ എന്താണ് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ആദിലയോട് പറഞ്ഞു, എന്താ ഞാനിവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കെല്ലാം ഇരുന്ന് സംസാരിക്കാറുണ്ടെന്ന്. അപ്പോൾ ആദില ചോദിച്ചു, എടി നിനക്കപ്പോൾ എന്നോടൊന്നും സംസാരിക്കാനില്ലേ എന്ന്. അങ്ങനെ രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ച് ബിൻബാഗിലിരിക്കുകയായിരുന്നു. രണ്ടുപേരും കുറച്ച് കുശലാന്വേഷണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആദില പറഞ്ഞു, എനിക്കും ടോപ്പ് 5-ൽ എത്തണമായിരുന്നു. അതെന്തായാലും നടക്കില്ല. എന്തായാലും ഞാൻ അടുത്ത ആഴ്ച പോകും. ആരാണാവോ എൻ്റെ കൂടെ വരാൻ പോകുന്നത് എന്നായിരുന്നു ആദില സംസാരിച്ചിരുന്നത്. ആ സമയം നൂറ പറഞ്ഞു, ബേബിക്കും ടോപ്പ് 5-ൽ എത്തുവാനുള്ള എല്ലാവിധ ക്വാളിറ്റിയും ഉണ്ട്. ബേബിയും തീർച്ചയായും എത്തുമെന്നായിരുന്നു ആദിലയോട് നൂറ പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് ബീൻബാഗിൽ കുറച്ചുനേരം ഇരിക്കുകയും ഉമ്മയെല്ലാം കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ബേബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.